വാർത്തകൾ തുടരുന്നു. സിനിമ കാണുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും ചിലത് പറയാനുണ്ട്. സിനിമയിലെ അക്രമരംഗങ്ങളെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയുമാണ് പ്രേക്ഷകർ. സിനിമകളിലെ അക്രമരംഗങ്ങൾ അക്രമവാസനയ്ക്ക് പ്രേരണയാകുന്നുണ്ട് എന്ന ഹൈക്കോടതി നിർദ്ദേശവും ഇന്നലെയാണ് പുറത്തുവന്നത്. ഒരു സിനിമ കണ്ടിട്ട് ഒരു കുട്ടി ഒരു അക്രമിയാവണമെന്നില്ല. തലമുറക്ക് എന്താ ഇങ്ങനെയൊക്കെ തോന്നുന്നത് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. മെയിനായിട്ട് സിനിമയാണ് ഇപ്പോഴത്തെ യുവാക്കളെ ലൈഫിനെ മെയിനായിട്ട് സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമ പിന്നെ സമൂഹത്തെ ബാധിക്കില്ലേ? സാഹിത്യത്തെക്കാൾ ബാധിക്കുന്ന സിനിമയാണ്. സിനിമ കാണുന്നതുകൊണ്ടാണോ നമ്മുടെ നാട്ടിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ റേപ്പ് ചെയ്യുന്നത്? ഞാൻ സിനിമയായിട്ട് കാണണം, റിയാലിറ്റി ആയിട്ട് കാണണം. സിനിമകളിലെ അക്രമരംഗങ്ങൾ അക്രമവാസനയ്ക്ക് പ്രേരണയാകുന്നുണ്ട്. ഇത്തരം രംഗങ്ങൾ സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്നുമുണ്ട്. എന്നാൽ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള ഭരണഘടനാനുസൃത സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ ഇതെല്ലാം ന്യായീകരിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ ഇടപെടാൻ ഭരണകൂടങ്ങൾക്ക് അവിടെ പരിധിയുമുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, ഹൈക്കോടതിയാണ്. എന്തായാലും ഇത്തരത്തിൽ ഒരു നിർദ്ദേശം വരുന്ന സമയത്ത് അവിടെ ചോദ്യം വരുന്നത് ഇതാരുടെ കുഴപ്പമാണ്? സിനിമയുടെയാണോ, കാഴ്ചക്കാരുടെയാണോ, അതോ നിയമത്തിൻ്റെയാണോ? നമുക്ക് ചോദിക്കാനുള്ളതും കാഴ്ചക്കാരോട് തന്നെയാണ്. ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന ശീലമാണ്. ഇപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് ഒരു കുട്ടി ഒരു അക്രമിയാവണമെന്നില്ല. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്കും അതുപോലെ ചെയ്യണം ആ ടെൻഡൻസി വരണമെങ്കിൽ എങ്ങനെ? അതോ അവരുടെ വീട്ടിലെ കുട്ടികളെ വളർത്തുന്ന രീതി പോലെ ഇരിക്കും അവരുടെ സ്വഭാവങ്ങൾ. പിന്നെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡ്രഗ്സ് പറയണ്ടല്ലോ. അപ്പം അതിൻ്റെ ഇതൊക്കെ ആയിട്ട് അതും ഒരു ഭാഗമാണ്. എല്ലാ സിനിമയെ തന്നെ കുറ്റം പറയാൻ പറ്റത്തൊന്നുമില്ല. സിനിമ പിന്നെ സമൂഹത്തെ ബാധിക്കില്ലേ? സാഹിത്യത്തെക്കാൾ ബാധിക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് വയലൻസ് സിനിമയിൽ കുറയ്ക്കുന്നതാണ് നല്ലത്. കഴിയുന്നതും ഇല്ലാതാക്കിയാലും കുഴപ്പമില്ല. ലോകത്തിലെ നല്ല സിനിമ പലതും വയലൻസ് ഇല്ലാത്തതാണ്. നേരത്തെ രീതിയിൽ വെച്ച് പഴയ പടങ്ങളും ഇതുപോലെ തന്നെ പലവും ഉണ്ടല്ലോ, ആക്ഷൻ പടങ്ങൾ, ജയൻ്റെ പോലെ പടങ്ങളൊക്കെ ഉണ്ട്. അന്നൊന്നും തോന്നാത്തത് ഇപ്പോഴത്തെ തലമുറക്ക് എന്താ ഇങ്ങനെയൊക്കെ തോന്നുന്നത് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. പണ്ട് ഇതുപോലെ ആക്ഷൻ പടങ്ങളും പല പല കാര്യങ്ങളും നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? ഇപ്പോഴത് പിള്ളേരുടെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ പ്രശ്നമായിരിക്കും. അത് ബുദ്ധി കൂടുതലാണെന്ന് പറയുമെങ്കിലും ഇപ്പോഴത്തെ തലമുറക്ക് പക്ഷേ വളരെ പുറകോട്ടാണെന്നുള്ള ഇന്ത്യയിൽ എനിക്ക് ഒരുപാട് ഗുണ്ടകൾ രംഗണ്ണ സ്റ്റൈലിൽ പലയിടത്തും പാർട്ടിയും പരിപാടിയൊക്കെ, പിന്നെ പത്രങ്ങൾ ഇത് തന്നെ ഇരുന്നുണ്ടായി കുറേ ആളത്തേക്ക് അവർ അറസ്റ്റ് ചെയ്യേണ്ടത് ചെയ്യുന്നത്. രംഗണ്ണ സ്റ്റൈലിൽ കുറേ പേര് കടന്നേറ്റി. സിനിമയിലെ അക്രമരംഗങ്ങൾ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇപ്പം എന്തൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട് അതൊക്കെ എല്ലാം ഇപ്പോൾ സ്നേഹം അതുണ്ട്, നന്മകളുണ്ട്. ആ നന്മകൾ കണ്ടിട്ട് ഈ ലോകത്ത് നന്മകൾ വരുന്നുണ്ട്. അത് അനുകരിക്കേണ്ടവർ അനുകരിക്കും. നമ്മുടെ മലയാള സിനിമ മാത്രം ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരുണ്ട്. സിനിമ കാണുന്നതുകൊണ്ടാണോ നമ്മുടെ നാട്ടിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ റേപ്പ് ചെയ്യുന്നത്? അപ്പോൾ സിനിമയാണോ? സിനിമയിൽ നിന്നാണോ നടക്കുന്നത്? അത് ഓരോ മനുഷ്യൻ്റെ ഇതാണ്. ഒരിക്കലും സിനിമയിലൊരു വയലൻസ് വന്നത് കൊണ്ടോ അല്ലെങ്കിൽ സിനിമയിൽ വേറെ ഒരു രംഗം വന്നത് കൊണ്ടോ ഒരിക്കലും അത് അനുകരിക്കുന്നു പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ആവേശം പോലെയുള്ള സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. അങ്ങനത്തെ സിനിമകളാണ്. അതിനകത്ത് അടിയല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം അനുസരിച്ചിട്ട് അവർക്ക് കച്ചവടമല്ലേ സിനിമ എന്ന് പറഞ്ഞാൽ കച്ചവടം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് അത്ര നല്ല എല്ലാ പരിപാടി. ഇവരെന്ത് കാണിച്ച് വെറുതെ അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുക. മറ്റുള്ളവർ പിള്ളേരൊക്കെ അല്ലേ, പിള്ളേർക്ക് ഇതൊന്നുമില്ല. പിന്നെ രണ്ടെണ്ണമൊക്കെ അടിച്ചിരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ആവേശം നോക്കും, ആവേശം കാണിക്കും, ചെയ്യും. ഞാൻ സിനിമയായിട്ട് കാണണം, റിയാലിറ്റി ആയിട്ട് കാണണം. സിനിമ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ലേ. സിനിമയാണ് ഒരുവിധം ഇപ്പോഴത്തെ ഒരു യുവത്വത്തെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്നത്. തീർച്ചയായിട്ടും സിനിമ മാത്രമാണ്. സിനിമനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു വിധത്തിലുള്ള യുവാക്കൾ മുഴുവൻ സിനിമനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. മെയിനായിട്ട് സിനിമയാണ് ഇപ്പോഴത്തെ യുവാക്കളെ ലൈഫിനെ മെയിനായിട്ട് സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമയെ ഒരാളും സിനിമയായിട്ട് കാണുന്നില്ല. എല്ലാവരും അതൊരു റിയാലിറ്റി ആയിട്ടാണ് കാണുന്നത്. അതാണ് ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള പ്രശ്നം. മാറ്റങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ ഇത് കാണുന്ന യുവാക്കളിലുള്ള കാഴ്ചപ്പാടുകളിലാണ് മാറ്റം വരുത്തേണ്ടത്. ഇപ്പോഴത്തെ ഈ മരണവും എല്ലാം കാണുമ്പം തോന്നുന്നത് സിനിമാ ലോകത്തുനിന്ന് വരുന്ന കുറച്ച് അങ്ങനത്തെ രംഗങ്ങളൊക്കെ കാണുന്നതുകൊണ്ടായിരിക്കാം കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരു പ്രചോദനം തോന്നുന്നു. എനിക്കും അഭിപ്രായമുണ്ട്. ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് പഴയ തലമുറ പോലെ അല്ല, വളരെ വ്യത്യാസപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം അവരെല്ലാം ഫോളോ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർ ചെയ്യുന്നത് അനുകരിക്കാനല്ലേ അവർ നോക്കുന്നത്. വയലൻസ് കുറയ്ക്കണം കഴിവതും.
ശരിയുണ്ടെന്ന് ഇപ്പോൾ അനുഭവത്തിൽ പലതും കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് അക്രമമൊക്കെ അതിന് ഒരു കാരണം ഉണ്ടെന്നുണ്ട്. അത് ഫോളോ ചെയ്യുന്നവർ ഈ സിനിമയ്ക്ക് വലിയ സ്വാധീനം ചെലുത്താൻ പറ്റുന്നുണ്ടല്ലോ സമൂഹത്തിൽ. അത് കറക്റ്റാണ്. സിനിമയിലാണ് മുഴുവനും ബാധിക്കുന്നത്. ശരിയാണ്. ഇപ്പം നമ്മൾ സിനിമയെ കാണുന്നത് തന്നെ പുറമേയും കാണിക്കുന്നതല്ല. സിനിമ അഭിനയമാണ്, പക്ഷേ ഇത് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത്. അത് ശരിയാണ്. കുറേയൊക്കെ നമുക്ക് അങ്ങനെ സോഷ്യൽ മീഡിയ വഴി തന്നെ ഒരു സംഭവം പിള്ളേർ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഇത് തോന്നുന്നുണ്ട്. സൂക്ഷ്മരശ്മി എന്തല്ലേ ആ സിനിമയ്ക്കകത്ത് തന്നെ കണ്ടില്ലേ, അതിനകത്ത് തന്നെ കണ്ടില്ലേ? കാരണം തെളിവില്ലാതെ തന്നെയല്ലേ കൊല വന്നത്. ഇത് നമ്മുടെ സമൂഹത്തിൽ നോക്കി എത്ര പിള്ളേർ ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. മാറണമെന്നും മാറ്റണമെന്നും പറയുന്നതിനോടൊപ്പം തന്നെ കാര്യങ്ങളെ കാര്യമായി തന്നെ കാണുകയും കലയെ കലയായി കൂടി കാണുകയും ചെയ്യേണ്ടതുണ്ട്. ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.